ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഭാർഗവി നിലയം, ബാല്യകാലസഖി. ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂത് എന്ന കൃതി രചിച്ചതാര്? പ്രൊഫസർ എം കെ സാനു. ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട്. ഏതാണത്? കഥാബീജം ഏകാംഗ നാടകമാണ്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ബഷീറിന്റെ ആദ്യ നോവൽ ജീവിത നിഴൽപ്പാടുകൾ. വർഷം 1939. ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരേടാണിത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീറിന്റെ പുസ്തകമേത്? ബാല്യകാലസഖി. ബഷീറിന്റെ ലോകം എന്ന പുസ്തകത്തിന്റെ എഡിറ്റർ ആര്? AM ബഷീർ. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിന്റെ കൃതി നേരും നുണയും. നാരായണി ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രമാണ്? മതിലുകൾ. ജയിലിൽ വെച്ച് പരസ്പരം കാണാതെ പ്രണയിക്കുന്നവരെ വികാരങ്ങളെക്കുറിച്ച് രസകരമായ കഥ പറയുന്ന ബഷീറിന്റെ രചന മതിലുകൾ. വായിച്ചേ തീരുവെന്ന് തീർത്തു പറയേണ്ടുന്ന ഒരു സമാഹാരം എന്ന് CJ തോമസ് വിശേഷിപ്പിച്ച കൃതി വിഡ്ഢികളുടെ സ്വർഗം. ഒറ്റക്കണ്ണൻ പോക്കർ ഏത് ബഷീറിന്റെ കൃതിയിലാണ്? മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ. ഈ ഭൂമി എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് ചിത്രീകരിക്കുന്ന ബഷീറിന്റെ ചെറുകഥ ഏത്? ഭൂമിയുടെ അവകാശികൾ. ഇന്ദുലേഖയ്ക്കു ശേഷം മലയാളത്തിലുണ്ടായ പ്രധാനപ്പെട്ട നോവൽ എന്ന് MP പോൾ ഏത് പുസ്തകത്തെയാണ് വിശേഷിപ്പിച്ചത്? ബാല്യകാലസഖി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നതിനാണ് ബഷീർ കോഴിക്കോട്ടെ ജയിലിൽ 3 ദിവസം നിരാഹാരമിരുന്നത്? ഭഗത് സിംഗ്. ഇനി ബഷീറിന് കിട്ടിയ പുരസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. ഏത് വർഷമാണ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്? 1993. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? 1992. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ച വർഷം? 1972. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? 1982. ഏത് വർഷമാണ് മുട്ടത്തു വർക്കി അവാർഡ് ബഷീറിന് ലഭിച്ചത്? 1993. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.